അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ അവിടെന്ന് സ്വലാം പറഞ്ഞ് പിരിയുമ്പോ നീ സ്വർഗ്ഗത്തിലാണ് അല്ലെങ്കിൽ നീ നരകത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നതാ നമസ്കാരം കഴിയുമ്പോ ഒന്നീ സ്വർഗ്ഗത്തിന്റെ ലിസ്റ്റില് അല്ലെങ്കിൽ നരകത്തിന്റെ ലിസ്റ്റില് ആ നമസ്കരിച്ചവന്റെ പേരുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എല്ലാവരും ചോദിക്കും, ഉസ്താദേ നമസ്കരിക്കുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്, മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അതിന്റെ കാരണം എന്തെന്നറിയോ? ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ വലതുഭാഗത്തൊരു മലക്ക് നിൽക്കുന്നുണ്ട്, ഇടതുഭാഗത്ത് ഇബ്ലീസ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇബ്ലീസ് ചെവിയിലേക്ക് പഴയത് മുഴുവനും പറഞ്ഞു തരികയാ. പഴയ കാര്യങ്ങൾ മുഴുവനും ആരൊക്കെയാ നിനക്ക് പൈസ തരാനുള്ളത് എല്ലാ ചെവിയിൽ ഇങ്ങനെ ശൈത്താൻ പറഞ്ഞു തരികയാ. ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് ചോദിക്കുകയാ, മനുഷ്യ നീ എവിടെയാ നിൽക്കുന്നതെന്നറിയോ? നിന്നെ പടച്ച നാഥന്റെ മുന്നിലാണ്, അല്ലാഹുവിന്റെ മുന്നിലാണ് നീ നിൽക്കുന്നത്. ഈ ശപിക്കപ്പെട്ടവന് പറയുന്നത് നീ കേൾക്കല്ലേ? അല്ലാഹുവേ മലക്കവിടെന്ന് പറഞ്ഞു തരികയാ. നമസ്കാരത്തിന്റെ ഓരോ രംഗത്തിലും റുകൂഇൽ പോകുമ്പോ സുജൂദിൽ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നിങ്ങളുടെ നമസ്കാരത്തിൽ സുജൂദിനെ ദീർഘിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മോനെ പെട്ടെന്ന് സുജൂദ് ചെയ്തിട്ട് എഴുന്നേറ്റ് ഓടല്ലടാ. റസൂലുള്ളാഹി പറയുകയാ, ഒരുപാട് സമയം നീ സുജൂദ് ചെയ്യണേ. കാരണം എന്തെന്നറിയുമോ? ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഉണക്കതാ മരത്തിൽ നിന്ന് ഉണക്കയില പൊഴിഞ്ഞു വീഴുന്നത് പോലെ സുജൂദിൽ കിടക്കുന്ന മനുഷ്യന്റെ തലയുടെ മുകളിൽ നിന്ന് പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതാ പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ഒരു വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് സലാം വീട്ടി കഴിയുമ്പോ വലതുഭാഗത്ത് നിൽക്കുന്ന മലക്കങ്ങ് കെട്ടിപ്പിടിക്കുകയാ. എടാ സ്വർഗ്ഗവാസിയേ, എടാ ഭാഗ്യവാനാ, എടാ ഭാഗ്യവാനേ, നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. നിന്റെ പേര് പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ അല്ലാഹു അനുഗ്രഹിച്ചവനാ. ഒരു വഖത്ത് നമസ്കാരം കഴിയുമ്പോ മലക്ക് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇബ്ലീസിനെ അനുസരിച്ചാ മലക്ക് പറയുന്നു, എടാ നശിച്ചവനെ, എടാ നഷ്ടവാളിയേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം കളഞ്ഞല്ലോടാ. പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് എല്ലാം നീ നശിപ്പിച്ചു കളഞ്ഞല്ലോ. നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, മനുഷ്യ, ഒരു മനുഷ്യൻ നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെ നിസ്കരിച്ചാലാ സ്വർഗ്ഗം കിട്ടുന്നതെന്നറിയുവോ? ഒരു മനുഷ്യൻ നമസ്കരിച്ചത് എങ്ങനെയെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ വിരൽ പഴുക്കുകയാ. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ വിരൽ പഴുക്കുകയാണ്. വൈദ്യന്മാര് പറഞ്ഞു, വിരൽ മുറിച്ചു മാറ്റണമില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഉർവ റളിയല്ലാഹു തആല അൻഹു സമ്മതിക്കുന്നില്ല. പടച്ചവനെ, കുറച്ചു നാൾ കഴിഞ്ഞു, പഴുപ്പ് മുകളിലേക്ക് കയറിയിട്ട് കാൽപത്തി മുഴുവനും പഴുപ്പാവുകയാണ്. ഉർവ തങ്ങളോടപ്പോഴും വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റണം, കാൽപത്തി മുറിച്ചു മാറ്റിയില്ലെങ്കിൽ മുകളിലേക്ക് പഴുപ്പ്
കയറാൻ സാധ്യതയുണ്ട്. ഉർവതങ്ങളെ സമ്മതിച്ചില്ല. അവസാനം കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറുകയാ. അപ്പോഴും വൈദ്യന്മാര് പറഞ്ഞ തങ്ങള് മുട്ടിന്റെ താഴ്ഭാഗത്ത് വെച്ച് കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇനി മുകളിലേക്ക് പഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്. അവസാനം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാല് മുറിക്കുന്നതിന് വേണ്ടി സമ്മതിക്കുകയാ. അല്ലാഹുവേ, കാല് മുറിക്കുന്നതിന് വേണ്ടി വൈദ്യന്മാര് മുഴുവനും കടന്നു വന്നു. അതാ ഒരു ഗ്ലാസിന്റെ അകത്ത് കള്ള് കൊണ്ടുവരികയാണ്. റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങള് ഈ കള്ള് കുടിക്കണം തങ്ങള്. എന്തിനാണെന്ന് ചോദിക്കുമ്പോ വൈദ്യന്മാർ അവിടെന്ന് പറഞ്ഞു, കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാരാ, കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാരാ. റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതിന് കള്ളു കുടിക്കണ്ട, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ. അവിടെന്ന് ഒതുപെടുക്കുകയാ. എന്നിട്ട് വൈദ്യന്മാരോട് പറഞ്ഞു, ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ എന്റെ കാല് വെട്ടി മുറിച്ചോ. റളിയല്ലാഹു തആല അവിടെന്ന് ഒതുപെടുക്കുകയാ. പടച്ചറപ്പിന്റെ മുന്നിൽ മുസല്ലയിലേക്ക് കടന്നു നിന്നിട്ട് അല്ലാഹു അക്ബർ അവിടെന്ന് കൈകെട്ടുകയാണ്. അവിടെന്ന് വജ്ജകത്ത് ബോധുകയാണ്. അവിടെന്ന് ഫാത്തിഹ ബോധുകയാണ്. റളിയല്ലാഹു തആല നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു മരുന്നും കൊടുക്കാതെ, ഒരു മയക്കവുമില്ലാതെ, ഒരു മരവിപ്പിക്കലും നടത്താതെ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലങ്ങ് മുറിക്കുകയാ. പടച്ചവനെ, ജീവനുള്ള ഒരു മനുഷ്യന്റെ കാല് വെട്ടി മുറിക്കുകയാണ്. റളിയല്ലാഹു തആല അൻഹു അറിയുന്നില്ല. കാരണം പടച്ചറപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. കണ്ണിന്റെ മുന്നിൽ അല്ലാഹു നിൽക്കുകയാ. അവിടത്തെ കാല് വെട്ടി മുറിച്ചിട്ട് അറിഞ്ഞില്ല വാപ്പാ. അവിടത്തെ കാലങ്ങ് മുറിച്ചു മാറ്റുകയാണ്. രക്തമിങ്ങനെ ഒലിക്കുകയാണ്. രക്തമിങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുമ്പോ രക്തം നിൽക്കുന്നതിന് വേണ്ടി വൈദ്യന്മാര് ചെയ്തതെന്തെന്നറിയോ? സൈത്തണ്ണ തിളപ്പിക്കുകയാണ്. അതാ എണ്ണ തിളപ്പിക്കുകയാ. എന്നിട്ട് തിളച്ച എണ്ണ അതാ മുറിവിലേക്ക് മുക്കിയാ രക്തം നിൽക്കുമെന്നാണ്. റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ. അവസാനം വൈദ്യന്മാര് തിളപ്പിച്ച എണ്ണ കൊണ്ടുവന്നിട്ട് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിലേക്ക് അങ്ങ് മുക്കുകയാണ്. എണ്ണയ്ക്കകത്തേക്ക് മുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉർവതങ്ങളങ്ങ് പിടഞ്ഞു വീഴുകയാ. അവിടത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോയി. പടച്ചവനെ, ആരാ പറയുന്നത്? വൈദ്യന്മാര് വല്ലാത്ത പ്രയാസത്തിലാണ്. ആരാണ് ബോധം തിരിച്ചു വരുമ്പോ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുന്നത്? എല്ലാവരും ഇങ്ങനെ പ്രയാസത്തിൽ നിൽക്കുമ്പോ അല്ലാഹു അതാ കൊടുത്ത രണ്ടാമത്തെ ഒരു പരീക്ഷണം എന്തെന്നറിയുമോ? തന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെടുകയാ. സ്വന്തം മകൻ മരിച്ചു. ഏറ്റവും ചെറിയ മകൻ മരിച്ചു. തന്റെ കാലും മുറിച്ചു. വൈദ്യന്മാര് പ്രയാസത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് റളിയല്ലാഹു തആല അൻഹുവിന് ബോധം തിരിച്ചു വരുന്നത്. അവിടെന്ന് പറഞ്ഞു, തങ്ങള് അല്ലാഹുവേ, നിങ്ങളുടെ ഏറ്റവും ഇളയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടു തങ്ങള്. തന്റെ പൊന്നാര മകന് മരണപ്പെട്ടു എന്ന് പറയുമ്പോ ഉർവതങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. തന്റെ പൊന്നാര മകന് മരിച്ചു പോയെന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് പറയുകയാ. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് നമസ്കരിക്കുന്ന സമയത്ത് അങ്ങയുടെ കാല് മുറിച്ചു മാറ്റി തങ്ങള്. ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. എല്ലാവരും
അത്ഭുതപ്പെടുകയാണ്. മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ എന്തിനാ അൽഹംദുലില്ലാ പറയുന്നത്? എനിക്ക് അല്ലാഹു തന്ന മക്കളിൽ നിന്ന് ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ എനിക്ക് അല്ലാഹു തന്നല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ. അല്ലാഹു എനിക്ക് 2 കാല് തന്നിട്ട് 1 കാലല്ലേ തിരിച്ചെടുത്തുള്ളൂ, അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് റളിയല്ലാഹു തആല ഇരുന്ന് കരയുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? കാല് പോയതിന്റെ വിഷമം കൊണ്ടാണോ? കാല് പോയത് കൊണ്ടാണോ? തങ്ങൾ പറയുന്നു, അല്ലാ ഇനി ഒരുപാട് നേരം എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ. ഒരുപാട് നേരം പാതിരാത്രി മുഴുവനും നിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. എനിക്കൊരു കാലല്ലേ ഉള്ളൂ. മോനെ, നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ആനന്ദമുള്ള കാര്യമോ? മോനെ, മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ, ഉബൈബ് റളിയല്ലാഹു തആല അൻഹു, തൂക്കുമരത്തിലേക്ക് കയറ്റി നിർത്തിയിരിക്കുന്ന സമയത്ത് ഉബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ശത്രുക്കൾ ചോദിച്ചു, ഉബൈബേ, നിന്റെ അവസാനത്തെ മോഹമെന്താ? അവിടെന്ന് പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. മഹാനായ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പുതുപെടുത്തിട്ട് പെട്ടെന്ന് 2 റക്അത്ത് അങ്ങ് നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന്, അല്ലാഹുവേ നമസ്കാരം കഴിഞ്ഞു, പെട്ടെന്ന് നമസ്കരിച്ചിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് ഉബൈബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, എപ്പോഴും ഞാൻ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നമസ്കരിക്കുന്നത്. ആദ്യമായിട്ടാണ് ചെറിയ സൂറത്ത് ഓതിയിട്ട് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചത്. അല്ലാഹുവേ, വലിയ വലിയ സൂറത്ത് ഓതി നമസ്കരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടല്ലോ. പിന്നെ എന്തേ പെട്ടെന്ന് നിസ്കരിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? ഞാൻ എങ്ങാണം എന്റെ നമസ്കാരം നീട്ടിയോ, ഇവന്മാര് പറയും മരിക്കാൻ ഹുബൈബിന് പേടിയാണെന്ന്. അതുകൊണ്ടാണ് തമ്പുരാനെ പെട്ടെന്ന് ഞാൻ നിസ്കരിച്ചത് എന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, മരിക്കുന്ന സമയത്ത് നിന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ നിനക്ക് മോഹമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവന്റെ ആഖിബത്ത് മോശമാ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. 2, മരണസമയത്ത് നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമല്ലോ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുന്ന മനുഷ്യ, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിയില്ലെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്നവന്. ഫോണൊന്ന് താഴെ വെക്കാൻ നിനക്ക് വയ്യ. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോലും ഫോണൊന്ന് താഴെ വെക്കാൻ വയ്യാത്തവരുണ്ട്. പള്ളിക്കകത്ത് കമ്മിറ്റി ഓഫീസിനകത്തിരുന്നിട്ട് അപ്പോഴും ചർച്ച, പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന്റെ ആഖിബത്ത് മോശമാ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ സംസാരിച്ചാൽ അവന്റെ 30 വർഷം ചെയ്ത അമല്, നീ നിസ്കരിച്ചത്, ഖുർആൻ ഓതിയത്, സദഖ കൊടുത്തത് എല്ലാം 30 കൊല്ലം ചെയ്ത അമല് എന്ത് ചെയ്താൽ മതി? ഒരു വട്ടം. 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം, അറിയാൻ നിനക്ക് സുഖമാണോടാ, കുടുംബമൊക്കെ നന്നായിരിക്കുന്നോടാ എന്ന് ചോദിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. കൂട്ടുകാരനെ കാണുമ്പോ 6 സമയങ്ങളിൽ ഇങ്ങനെ ചോദിച്ചാൽ പോലും നിന്റെ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
ഉറക്കപ്പറ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ വാക്കു പറഞ്ഞ 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകുന്ന 6 സമയങ്ങളിൽ ഒരു സമയം ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്കിന്റെ ജവാബല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ 30 കൊല്ലത്തെ അമല് പൊളിഞ്ഞു പോകും. അല്ലാഹു നമ്മൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ പോയി. ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ച എന്റെ ആയുസ് മുഴുവനും ചെയ്തത് പോയി. എനിക്കെല്ലാം പിന്നെന്താ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഇങ്ങനെ ബാങ്ക് വിളിക്കുന്ന സമയം സംസാരം പള്ളിക്കകത്ത്, പള്ളിയുടെ മുന്നിൽ, പള്ളി കമ്മിറ്റി ഓഫീസിന്റെ അകത്ത്, വീടിന്റെ അകത്ത് ഇരുന്ന് ഇങ്ങനെ ചർച്ചകള ഒഴിവാക്കും മനുഷ്യ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലരൊക്കെ വാച്ചി നോക്കുന്നു. 11 മണി ആയതുകൊണ്ടാണോ അപ്പ നിർത്താറായതുകൊണ്ട്? ചിലരൊക്കെ ഇങ്ങനെ വാച്ചി നോക്കുന്നു. 11 മണി നിർത്താറായോ? പറയണോ നിർത്തണോ? ബക്കറ്റ് ഉരുവം നടത്തി 3 സ്വലാത്തും പറഞ്ഞ് ദുആ ചെയ്താൽ തന്നെ 11:30 ആകും. എന്ത് വേണം? നിർത്തണോ പറയണോ? പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈപൊക്കിക്ക്. പൈസ ചോദിക്കുമ്പോഴേ ഉഷാറ് കാണിക്കണം. പൈസ ചോദിക്കൊടുത്ത മദ്രസയുടെ മുകളിൽ ചീറ്റടിക്കണം. ചോദിക്കുമ്പോഴേ ഉഷാറ് കാണിക്കണം. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ബറക്കത്ത് വേണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ബറക്കത്ത് വേണോ? വേണോന്ന് ആഗ്രഹമുള്ളവരുന്ന കൈപൊക്കിക്ക്. ഒരു എക്സസൈസ് അല്ലേ, ഉറക്കം വരാതിരിക്കാനുള്ള എക്സസൈസ്. ചില വാപ്പമാർക്ക് കയ്യുമില്ല കാലുമില്ല. വാപ്പായ്ക്ക് ബറക്കത്ത് എന്താണെന്ന് അറിയത്തില്ല. അതന്നെ വാപ്പായി എന്തെല്ലാം കിട്ടി, ഈ സാധനം ഇല്ലെങ്കിൽ ജീവിതം നശിച്ചു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബറക്കത്ത് വേണോ? ഉറക്കപ്പറ ബറക്കത്ത് വേണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുത്തുനബി ദുആ ചെയ്തു, അല്ലാഹുവേ നീ ഒരു വാപ്പയ്ക്ക് ബറക്കത്ത് ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണ്ടേ ദുആ ചെയ്തു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ ഒരു വാപ്പയ്ക്ക് നീ ബറക്കത്ത് ചെയ്യണേ എന്ന്. അല്ലാഹു ആ വാപ്പമാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ഏത് വാപ്പയ്ക്കാന്നറിയാവോ? തന്റെ മക്കളെ നേരെയാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടിവെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തന്റെ മക്കളെ നന്നാക്കാൻ വേണ്ടി വീട്ടിൽ ഒരു വടി, ഒരു ചുള്ളിക്കമ്പെങ്കിലും നിന്റെ വീട്ടിൽ വെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ വാപ്പ നീ ആ ഭാഗ്യവാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പമാരൊക്കെ ഒന്ന് കൈവക്കുക. കാണാനുള്ള കൊതിയുണ്ടാ മനുഷ്യ? 4 പേര്. എത്ര പേര്? നിങ്ങളുടെയൊക്കെ വാപ്പ നിങ്ങൾക്ക് തരേണ്ട സമയത്ത് തന്നു വളർത്തിയത് കൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഓല ഗാനമേള നടക്കുന്നത് അമ്പലത്തിൽ, അല്ലെങ്കിൽ ആ റോഡിന്റെ സൈഡിൽ കട്ടൻ വീടിയും പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യ, നിനക്ക് ബറക്കത്ത് വേണോ? ഇവിടുന്ന് പോകുമ്പോ വല്ലവന്റെ പറമ്പിന്നല്ല, നിന്റെ പറമ്പിന്ന് പൈസ കൊടുത്ത് വാങ്ങണ്ട, പൈസ കൊടുത്ത് ചൂരല് വാങ്ങണ്ട. നിന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിന്റെ പറമ്പിൽ നിന്നൊരു ചുള്ളിക്കം പൊടിച്ച് നിന്റെ വീടിന്റെ അകത്ത് കൊണ്ടുവെക്ക്. അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇന്ന് പോകുമ്പോ ഒരു വടി പിടിച്ചു വെക്കുവോ? പറമനുഷ്യന്മാര് വെക്കോ? നിനക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. നിനക്ക് പൈസ കിട്ടിയിട്ട് എനിക്ക് നേട്ടമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ബറക്കത്തുണ്ടായിട്ട് നമുക്ക് വല്ല നേട്ടമുണ്ടോ? പറമനുഷ്യന്മാരുണ്ടോ? ഇല്ല. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു വടി വെട്ടി വെക്കൂലേ? വെച്ചൂടെ? വെച്ചൂടെ? നീയത്തി ഇന്ന് വാപ്പമാരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. മക്കളെ നന്നാക്കാൻ ഒരു വടി. എന്റെ ഉസ്താദെ, നിങ്ങളല്ല നിങ്ങളുടെ ഉപ്പാപ്പ നോക്കിയാൽ എന്നെ നന്നാക്കാൻ പറ്റൂല. അങ്ങനെ ചിലതുണ്ട്. നീ ഇപ്പൊ വടി വെട്ടി വെച്ചാ മക്കളുടെ കയ്യിൽ നിന്ന് തിരിച്ചു കൊള്ളാതിരുന്നാ കൊള്ളാം. മക്കളുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് മക്കളിപ്പോ വാപ്പമാരുടെ നേരെയാ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെയെങ്കിലും ഭവനത്തിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു നൽകുമാറാകട്ടെ. 4 കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. 4 കാര്യം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോന്ന് നോക്കിയാൽ മതി. വാങ്ങിയൊന്നും വെക്കണോ ഞാൻ പറയില്ല. ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. 1, നേരെ ഇരുന്നു. മക്കളെ കേട്ടോടാ, വീട്ടിൽ ഉണ്ടോ നോക്കണം കേട്ടോ. 1, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനെ വളർത്തിയ നിങ്ങളുടെ വീട്ടിലുണ്ടോ?
ഈ കൂട്ടത്തിരിക്കണ ആരുടെയെങ്കിലും വീട്ടിൽ ഒരു ആട്ടുകുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈവയ്ക്കുക. TV ഉണ്ടോ എല്ലാവരും വീട്ടില്? പൊക്കണ്ടാട്ടാ, എനിക്ക് നാളാൻ വയ്യ. ഉസ്താദെ ഒരെണ്ണമല്ല 2 എണ്ണം. വർക്കത്തിന് ഇത്രയും ഉണ്ട്. ഓരോ ടിവിയുടെ നീളം കണ്ട. ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പോ ടിവിയുടെ നീളം പഠിച്ചനായി ഇങ്ങനെ നിന്ന് നോക്കി, ഇത്രയ്ക്ക് നീളം. അല്ലാഹു അലം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആട് എല്ലാ പ്രവാചകന്മാരും മേച്ചത് ആടിനെയായിരുന്നു. ആടിനെ മേക്കാത്ത ഒരു പ്രവാചകനില്ല. ആടെന്ന് പറയുന്ന ജീവി നല്ല ബറക്കത്തുള്ളതാ കേട്ടാ. രണ്ട് ആരുടെ വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉണ്ടോ? തിന്നാൻ മാത്രമുള്ള ജീവിയല്ലത്, വീട്ടിൽ വളർത്തണം. പിന്നെ പെണ്ണുങ്ങൾ പറയും, പിന്നെ ഞാനിപ്പോ ആടും കോഴിയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുക, അങ്ങനെ വേറെ പണിയൊന്നുമില്ല. ലക്ഷങ്ങൾ കൊടുത്തിട്ടിരിക്കുന്ന വീടിൻ്റെ അകത്ത് ആടും കെട്ടി കോഴിയൊക്കെ വളർത്താൻ പറ്റുമോ? നിനക്ക് വേണമെങ്കിൽ വളർത്ത്. കോഴി എന്ന് പറയുന്ന ജീവി അത് വീട്ടിൽ വളർത്തിയാൽ ബറക്കത്തുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 3 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ നാട്ടിൽ ആട്ടുകല്ലെന്ന് പറയും. ഇവിടെ എന്ത് പറയുന്നത് എനിക്കറിയില്ല. ഈ ആട്ടുകല്ല്, ഈ ഗ്രൈൻഡറില്ലേ, അമ്മിയില്ലേ, എന്താ പറയുന്നത്? അപ്പൊ ഇങ്ങനെ ആക്കുന്നതിന് എന്ത് പറയും? രണ്ടിനും അമ്മീന്നാ പറയുന്നത്. പോട്ട്, കാര്യം മനസ്സിലായല്ലോ. ഇങ്ങനെ ആക്കണതല്ലേ? പച്ചരിയൊക്കെ വാരിയിട്ടിട്ട് പണ്ട് നമ്മുടെ അമ്മ ഇങ്ങനെ ആട്ടേണ്ട ഒരു കല്ലുണ്ടല്ലോ, ആ കല്ല്. സാധനം മനസ്സിലായല്ലോ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഉണ്ടോ? ഇല്ല. ആരുടെ വീട്ടിലാ ഇതുള്ളത്? ഇല്ല മനുഷ്യ. ഇതേത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 4 മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ആരുടെ വീട്ടിലുണ്ട്? ആരുടെ വീട്ടില്? ചോറ് വെക്കുന്നത് ഇപ്പൊ കരണ്ടില്ല. പണ്ട് ചോറൊക്കെ വെക്കണം. ഇപ്പൊ പെണ്ണുങ്ങള് അരവേവ് കഴിഞ്ഞാൽ ദമ്മ് ബിരിയാണി വെക്കണ പോലെ ഇപ്പൊ എടുത്ത് പാത്രത്തിൽ അടച്ചു വെക്കാ. ഇപ്പൊ ആരുടെ വീട്ടിലാ ചട്ടിയും കലൊക്കെ ഉള്ള? മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി. എന്തെന്നറിയോ? മനുഷ്യ വന്ന വഴി ഒരിക്കലും മറക്കരുതെന്നാ ഇത് പഠിപ്പിക്കണേ. നീ വന്ന വഴി മറന്നു പോകരുത്. നമ്മളൊക്കെ മറന്നുപോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബർക്കത്ത് വേണമെങ്കിൽ നാളെ രാവിലെ ഇവിടുത്തെ മാർക്കറ്റിൽ പോയി ഒരാട്, ഒരു കോഴി, ഒരു ആട്ടുകല്ല്, ഒരു ചട്ടി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവെക്കട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങാത്ത 2ാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവനാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ 3ാമതായി പറയുകയാണ്, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത 3ാമത്തെ നഷ്ടപാളിയാരെന്നറിയുമോ? തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ടല്ലോ, മാതാപിതാക്കളെ തല്ലുന്ന മക്കളുണ്ടല്ലോ, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ. വാപ്പാ ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും പള്ളി കെട്ടിക്കൊടുത്താലും ലക്ഷങ്ങൾ സദഖ കൊടുത്താലും നിസ്കാര തഴമ്പുണ്ടെങ്കിലും നിനക്കും മരിക്കുന്ന സമയത്ത് നിന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂല. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. അതാ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. സഹാബികൾ അടുത്ത് നിന്നിട്ട് അൽഖമയോട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാ. പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങുന്നില്ല എന്ന് പ്രവാചകനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. പ്രവാചകനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുകയാണ്. സഹാബികൾ അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവിനെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമ്മാ
നിങ്ങളുടെ പൊന്നുമോനുമായിട്ട് നിങ്ങളെ എങ്ങനെയാണുമ്മ? യാ റസൂലല്ലാഹ്, അൽഖമ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ, എനിക്കവനെ വല്ലാത്ത കാര്യമായിരുന്നു നബിയേ. പക്ഷേ അവന് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പൊന്നുമോനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു, പക്ഷേ അവൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്നെ മറന്നുപോയി നബിയേ. എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാ. ചരിത്രം പറയുന്ന ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ പൊന്നുമോന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണമെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്താലേ കഴിയുമ്മ. അൽഖമയ്ക്ക് പുറത്തു കൊടുക്കുവോ ഉമ്മ? ആ ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, എന്റെ അൽഖമയ്ക്ക് ഞാൻ പുറത്തു കൊടുക്കൂല നബിയേ, ഞാൻ അവനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാ നബിയേ. ഉമ്മ പൊരുത്തപ്പെടില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത അൽഖമയെ കത്തിച്ച് കള സഹാബാ. തന്റെ പൊന്നാര മകനെ കത്തിച്ച് കളയാൻ പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, വേണ്ട നബിയേ, എന്റെ പൊന്നുമോനെ കരിക്കല്ലേ നബിയേ, ഞാൻ എന്റെ പൊന്നുമോന് പുറത്തു കൊടുത്തിരിക്കുന്നു നബിയേ. ഉമ്മയതാ പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. അൽഖമ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവിടെന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയെന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയാരാണെന്നറിയണം പൊന്നുമോര്. റസൂലുള്ളാഹി പറയുകയാ, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനോ നിങ്ങളോ വീടിന്റെ അകത്തിരുന്ന് സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, അടുത്ത് വന്നിട്ട് മോനെ എന്ന് വിളിച്ചാൽ എന്തേ ഉമ്മ എന്ന് കൈയടിച്ചിട്ട് നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കരിക്കുന്ന മനുഷ്യന് തന്റെ പ്രിയപ്പെട്ട മാതാവ് വന്ന് വിളിച്ചാ കൈയടിച്ചിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമസ്കാരത്തിലാണെങ്കിലും സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നിന്റെ പെറ്റ തള്ള വന്നിട്ട് മോനെ എന്ന് വിളിക്കുമ്പോ ആ കൈയടിച്ചിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയുടെ മഹത്തമാമോര്, ഉമ്മയുടെ മഹത്തമാമോര്, ഉമ്മയെ തിരിച്ചറിയണം ചെറുപ്പക്കാരാ. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, അല്ലാഹുവേ, ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മയോട് പറഞ്ഞിട്ടേ പോകൂ, എവിടെ പോയാലും ഉമ്മയോട് പറഞ്ഞിട്ടേ പോകൂ. അങ്ങനെ ചില മക്കളുണ്ട്, പെണ്ണുകെട്ടി മക്കളായാലും ഉമ്മാനോട് പറയാതെ എവിടെയും പോകൂല. ലുഖ്മാൻ തങ്ങൾ പറഞ്ഞു, ഉമ്മ ഞാനൊരു യാത്രയ്ക്ക് പോകുകയാ, തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മയ്ക്ക് എന്താണ് കൊണ്ടുവരേണ്ടത്? ലുഖ്മാൻ തങ്ങളോട് ഉമ്മ പറഞ്ഞു, മോനെ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരണേ മോനെ, സ്വർഗത്തിലെ ഒരു പിടി മണ്ണുമായിട്ട് നീ തിരിച്ചു വരാകൂ. ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു, ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ സ്വർഗത്തിലെ മണ്ണാണോ എന്റെ ഉമ്മയ്ക്ക് വേണ്ടത്? അതിന് ഞാൻ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കണ്ട. തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിലേക്ക് ഇരുന്നിട്ട് അവിടുന്ന് പറഞ്ഞു, കാലം ഉയർത്താൻ തന്റെ പറ്റ തള്ളയുടെ കാലം പിടിച്ചുയർത്തികെട്ട ആ കാലിനൊരു ചുംബനം കൊടുത്തിട്ട് ആ ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരുകയാണ്. തന്റെ ഉമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. ചെറുപ്പക്കാരാ, നിന്റെ വീടിന്റെ അകത്ത് രോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, മോനെ അവരുടെ കാൽച്ചവട്ടിലാടാ സ്വർഗം കിടക്കുന്നത്. മുത്തുനബിയുടെ ചാരത്തൊരു സഹാബി കടന്നു വന്നു, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? നിന്റെ വാപ്പയോടാ. 3 പ്രാവശ്യവും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഉമ്മ ഉമ്മ ഉമ്മ. കാരണം എന്തെന്നറിയുമോ? ഉമ്മയ്ക്ക് ഇത്രയും മഹത്വം കിട്ടാറുള്ള കാരണം എന്താ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. മോനെ 9.5 മാസക്കാലം ഗർഭം ചുമന്നുകൊണ്ട് നടന്നത് ഉമ്മയാണ്. നല്ലതുപോലെ നടക്കാൻ കഴിയില്ല, കിടക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. എന്നിട്ടും 9.5 മാസം വയറ്റിന്റെ അകത്ത് ചുമന്നുകൊണ്ട് നടന്നത് നിന്റെ പെറ്റുമ്മയാ. മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചത് നിന്റെ ഉമ്മയാ. നിന്നെ പോറ്റി വളർത്തിയത്, നിനക്ക് പാല് തന്നത് നിന്റെ ഉമ്മയാ. അതുകൊണ്ട് ഉമ്മയോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ കടമയെന്ന പ്രവാചകൻ പറയുമ്പോ വാപ്പാന് വിലയില്ല എന്നല്ല, ഉപ്പയ്ക്ക് മഹത്വമില്ല എന്നല്ല. പടച്ചവരെ, നമ്മുടെ വാപ്പയാരെന്നറിയുവോ? സ്നേഹം വെളിയിൽ കാണിക്കാതെ, സ്നേഹം വെളിയിൽ കാണിക്കാതെ മനസ്സിന്റെ ഉള്ളിൽ നമ്മളെ വല്ലാതെ സ്നേഹിച്ച നമ്മുടെ പിതാവുണ്ടല്ലോ, ആ വാപ്പയ്ക്ക് മഹത്വമില്ല എന്നല്ല. നമ്മുടെ വാപ്പയാരെന്നറിയോ? സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കള് ഉമ്മാനെ തല്ലണമെന്നില്ല, ഉമ്മാനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണമെന്നില്ല, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിക്കണമെന്നില്ല. ഉമ്മയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കള്, മോനെ, മരണത്തിന്റെ ശേഷമല്ലടോ, ഖബറിന്റെ അകത്തല്ലോ, പരലോകത്തല്ലോ, മീസാനിലല്ല, സിറാത്തിലല്ല, നരകത്തിലല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു 3 ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് മരണത്തിന് ശേഷമല്ലടാ പൊന്നുമോര്, മരണത്തിന് ശേഷമല്ല പെങ്ങള്, ഈ ദുനിയാവിൽ വെച്ച് നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവേ, പടച്ചവനെ, സംഘാടകർ ബക്കറ്റ് എടുത്തു. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? പടച്ചുറപ്പേ, ഇവിടെ ഇൽമ പഠിക്കുന്ന മക്കളുടെ മദ്രസയുണ്ടല്ലോ, അതൊന്ന് ടൈലിടുന്നതിന് വേണ്ടിയാ. എന്റെ പ്രിയമുള്ളവരെ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലമെന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലമെന്തെന്നറിയുമോ? ആരും വെറുതെ കൊടുക്കണ്ടോ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാരും വെറുതെ കൊടുക്കണ്ട. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമെന്തെന്നറിയുമോ? അസ്സദഖത്തു റദ്ദുൽ ബലാ, വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, മാരക രോഗങ്ങളുണ്ടല്ലോ,
ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുണ്ടല്ലോ, അത് നിന്റെ ശരീരത്തിലുണ്ടോ ഇല്ലയോ നിനക്കറിയില്ലല്ലോ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയിട്ടാ അല്ലാഹു ശിഫയാക്കി തരും ബാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടില് അല്ലാഹുവേ നല്ല നിലയിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. കാരണം എന്തെന്നറിയോ? ആ ഭക്ഷണം കഴിക്കുന്ന വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് 7 മാസം 6-7 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു സഹോദരൻ കൊണ്ടുവരികയാണ്. അല്ലാഹുവേ, ആ മുഖത്തേക്കൊന്ന് നോക്കുമ്പോ അറിയാതെ നെഞ്ചങ്ങ് പിടയുകയാ. 7 മാസം പ്രായമുള്ള പൊന്നുമോ, ചിരിക്കണ്ട പൊന്നുമോ, കളിക്കണ്ട പൊന്നുമോ, അവന്റെ മൂക്കിന്റെ അകത്തുകൂടെ ഒരു പൈപ്പ് ഇങ്ങനെ ഇട്ടിരിക്കുകയാ. അല്ലാഹുവേ, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ആ പൈപ്പിന്റെ അകത്തുകൂടെ ഇങ്ങനെ അതാ അവന്റെ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടി ഭക്ഷണം കൊടുക്കുകയാ. പടച്ചവനെ, ആ പിഞ്ചു കുഞ്ഞിന്റെ മൂക്കിന്റെ അകത്തേക്ക് റബ്ബേ പൈപ്പ് കയറ്റിക്കിട്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ നെഞ്ച് പിടഞ്ഞു പോയി സഹോദരാ. അല്ലാഹുവേ, അല്ലാഹുവേ, ആ പൊന്നുമോന് നീ ശിഫ കൊടുക്കണേ അല്ലാ. ഏത് രോഗവും മാറ്റാൻ നിനക്ക് മരുന്ന് വേണ്ടല്ലോ അല്ലാ. കരുണക്കടലായ അല്ലാ, ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അവരുടെ ബർക്കത്ത് കൊണ്ട് ആ കുഞ്ഞിനെ നീ വേദനിപ്പിക്കല്ല റബ്ബേ. ആ കുഞ്ഞിന് ശിഫ കൊടുക്കണേ അല്ലാ. പെങ്ങളെ, സംഘാടകര ബക്കറ്റുമായി നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നീ മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും കൊടുത്താ അല്ലാഹു നിനക്ക് ക്യാൻസർ തരൂല, നിന്റെ കിഡ്നി അല്ലാഹു തകർക്കൂല, ഈ ദുനിയാവിലിട്ട് അല്ലാഹു നരകിപ്പിക്കില്ലോ. നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു തരില്ല പെങ്ങള്. സ്വന്തം മക്കളുടെ മയ്യത്ത് കാണാൻ നിനക്ക് ധൈര്യമുണ്ടോടി പൊന്നുമോള്? എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മാസമുണ്ടല്ലോ കുറ്റിപ്പുറമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാനൊരു മരിച്ച വീട്ടിലേക്ക് കടന്നു ചെന്നു. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലം ഭാര്യയും ഭർത്താവും അല്ലാഹുവിന്റെ മുന്നിൽ കയ്യുയർത്തിയിട്ട് കരഞ്ഞു ദുആ ചെയ്യുകയാ. ഒരു സാലികായ സന്താനത്തിന് തരണേ അല്ലാഹ്. അവസാനം രണ്ടുപേരുടെയും ദുആ അല്ലാഹു സ്വീകരിച്ചു. 3 മക്കളെയാണ് കൊടുത്തത്. 2 ആൺകുട്ടികളും ഒരു പൊന്നുമോള്. കുടുംബത്തിലെ ഒരു അകന്ന വീട്ടില് വിരുന്നു പോയതാ. കുറ്റിപ്പുറം പുഴയിൽ കുളിക്കാൻ ഇറങ്ങുമ്പോ തന്റെ കൂടപ്പിറപ്പ് വെള്ളത്തിന്റെ അകത്ത് ഇങ്ങനെ മുങ്ങിത്താടുമ്പോ രക്ഷിക്കുന്നതിന് വേണ്ടി കൂടെ ചാടിയതാ. അല്ലാഹുവേ, ഗൾഫിൽ കടന്ന പിതാവിനും ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാ. വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ കണ്ട കാഴ്ച എന്തെന്നറിയോ? 3 മക്കളെ പുതച്ചു കിടത്തിയിരിക്കുന്ന കാഴ്ചയാ. ഏത് വാപ്പയ്ക്കാ താങ്ങാൻ കഴിയോ? ഏതുമ്മയ്ക്കാ താങ്ങാൻ കഴിയോ? അവസാനം എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. ഞാൻ പറഞ്ഞു 3 ശുഹദാക്കളെ വളർത്താ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലേ? ആ പിതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഉസ്താദേ, മരിക്കുന്ന കാലം വരെ ഞാനും എന്റെ ഭാര്യയും ഈ വീടിന്റെ അകത്ത് ജീവിക്കണ്ടേ? അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ഈ പൊന്നാര മക്കള് നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റുമായി കടന്നു വരുമ്പോ മരിച്ചുപോയ നിന്റെ ഉമ്മാനെ നിനക്ക് ഓർമ്മ വരണം, പിതാവിനെ ഓർമ്മ വരണമല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. അവരുടെ കബറിന്റെ അകത്ത് ഇന്നത്തെ രാത്രി സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ എന്ന ഒരു നല്ല നിയത്തോടെ ഒരു സദഖ എടുത്തു. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവർക്ക് സദഖ കൊടുക്കാനുള്ള മനസ്സ് നീ കൊടുക്കണേ അല്ലാ.
മനസ്സറിഞ്ഞിട്ട് എല്ലാവരും ഒരു നല്ല സദക്ക നിങ്ങളുടെ ഉപ്പാനു വേണ്ടി, നിങ്ങളുടെ ഉമ്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ മണിയറയാകുന്നതിന് വേണ്ടി, അവരുടെ കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടം അല്ലാഹു തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി പ്രവാചകൻ പറഞ്ഞു, സദക്ക തുറത്തുൽ ബല, സർവ്വ വിപത്തുകളെയും സദക്ക തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, പടച്ചവനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു അല്ലാഹുവേ, ഇവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്, സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഏതെങ്കിലും ഒരു മാരക രോഗത്തിന്റെ അണുക്കൾ ഈ പാവങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാഹ്.